Hello friends, welcome to Vishnu Vlogs. It's been a long time. ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ട് ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേ നാളത്തെ ഒരു ചിരകാല ആഗ്രഹമായിരുന്ന ഒരു 5.1 ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ അഥവാ ഹോം തിയേറ്റർ അത് ഒരെണ്ണം വാങ്ങാമെന്നുള്ളതായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മളും ഒരെണ്ണം സ്വന്തമാക്കി. സെബ്രോണിക്സ് ജൂക്ക് ബാർ 9750 പ്രോ ഡോൾബി അറ്റ്മോസ് 5.1 525 വാട്ടിൻ്റെ ഒരു ഹോം തിയേറ്ററാണിത്. അപ്പോൾ മെയിനായിട്ട് നമുക്കിതിൻ്റെ അൺബോക്സിങ്, ഇതിൻ്റെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു സൗണ്ട് റിവ്യൂ, മെയിനായിട്ടുള്ള സ്പെക്സും കാര്യങ്ങളും ലുക്കും ഒക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. നമുക്കിതിൻ്റെ അടിയിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കണ്ടേ. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് അടിക്കാതെ ഓക്കേ. അപ്പോൾ ഈ ഒരു കാർട്ടൂൺ പെട്ടിയുടെ അകത്ത് വേറൊരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇതും എനിക്ക് തോന്നണം അടിയിൽ നിന്ന് തന്നെ പൊക്കിയെടുക്കുന്ന സെറ്റപ്പാണെന്ന് തോന്നുന്നു. നമുക്ക് അടിയിൽ നിന്ന് തന്നെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് പൊക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതും നമുക്കൊന്ന് പൊക്കിയെടുക്കാം. ഓക്കെ ഓക്കെ, സോ യെസ്, അങ്ങനെ ശരിയാ. ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ ഇല്ല സൗണ്ട് ബോക്സ്. സെബ്രോണിക്സ് ജൂക്ക് സെബ് ജൂക്ക് ബാർ 9750. ഓക്കെ, ഇതാണ് അതിൻ്റെ സബ് വൂഫർ വരുന്നത്. ഓക്കെ, ഏതാണ്ട് ഈ സൈസ് വരുന്നുണ്ട്. ഒരു തലയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്തൊരു വെയിറ്റും ഉണ്ട്. ഓക്കെ, അതൊരു സൈഡിലേക്ക് ഇരിക്കട്ടെ. വുഡിൻ്റെ ഫ്രെയിമാണ് വരുന്നത്. അത്യാവശ്യം അടിയിൽ റബ്ബർ കുഷനിങ് ഉണ്ട്, ഇളകി പോകുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലൊക്കെ വെച്ചാൽ അവിടെ തന്നെ ഇരുന്നോളും. ഓക്കെ, അതിൻ്റെ അടുത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ സൗണ്ട് ബാറിങ് പൊക്കിയെടുക്കാം. ഇത് അത്യാവശ്യം ലെങ്തിയാണ്, ഓൾമോസ്റ്റ് 1 മീറ്ററിനടുത്ത് തന്നെ നീളം വരുന്നുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റും വരുന്നുണ്ട്, കാരണം ഇതാണ് നമ്മുടെ മെയിൻ മദർ ബോർഡ് ഈ സൗണ്ട് ബാറിൻ്റെ. ഓക്കെ, ഇത് നമുക്ക് മെല്ലെ കവറഴിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷിങ്ങും നല്ല മാറ്റ് ഗ്രില്ലും കൊടുത്തിട്ടുള്ള ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ സെബ്രോണിക്സ് ബ്രാൻഡിങ് നമുക്ക് കാണാം. ആൻഡ് മുകളിലാണെങ്കിൽ 4 ബട്ടൺസ്, റബ്ബർ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടൺസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ ഈ കവർ അങ്ങെടുത്ത ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഹോം തിയേറ്ററാണ് വരുന്നത്. നല്ലൊരു ഫിനിഷിംഗ് ബോഡിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന പോർട്സ് എന്ന് പറഞ്ഞാൽ ഇത് AC ഇൻപുട്ടാണ്. ഇത് സബ് വൂഫറിൻ്റെ കണക്ഷൻ വരുന്നുണ്ട് ഇതിനകത്ത്. ഈ ഒരു പാസീവായിട്ടുള്ളൊരു വയർ വരുന്നുണ്ട്. ഈ പ്ലഗ് നമ്മൾ ഇതിനകത്ത് കുത്തുക. പിന്നെ ഇത് അതിൻ്റെ മൾട്ടിപ്പിളായിട്ടുള്ള
മൾട്ടിമീഡിയ കണക്ഷൻസ് ആണ്. ഇത് ഒപ്റ്റിക്കൽ, ഇത് നമ്മുടെ ഓക്സ്, USB, EARC നമുക്കിതിനകത്ത് ഇതാ കൊടുത്തിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. EARC HDMI EARC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ HDMI EARC കൊടുത്താലാണ് ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് TV-യിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ വരുന്നത്. ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഇതിനകത്ത്. 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് നല്ല അത്യാവശ്യം നല്ല ടൈറ്റ് പാക്കിംഗ് ആണ്. ഓക്കെ, ഇത് ഒരു സെറ്റ് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും വരുന്ന മറ്റേ സ്പീക്കറിലേക്ക് വരുന്നത്. ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിന്. ആൻഡ് ഇതിൻ്റെ ജസ്റ്റ് കവറൊക്കെ ഒന്ന് അയച്ചു വയ്ക്കാം. ഇതും അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട്. ഇത് ഞാൻ ആദ്യം വിചാരിച്ച് വൂഫറാണ്, പക്ഷേ ഇത് വൂഫറല്ല. ഇതിന് വൂഫർ പോലാണ് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെയാണ് സ്പീക്കർ ഇരിക്കുന്നത്. കണ്ട ഫിനിഷിങ്. അപ്പോൾ ഒരു സാറ്റലൈറ്റ് സ്പീക്കർ കൂടി ഇരിക്കട്ടെ. അടുത്തത് ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാറ്റലൈറ്റ് സ്പീക്കർ. അപ്പോൾ ഇതിനകത്ത് കാര്യമായിട്ട് കണക്ഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിനകത്ത് നമുക്ക് ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്ഡേഷന് വേണ്ടിയിട്ട് ഒരു USB Type-C വരുന്നുണ്ട്. പിന്നെ നമ്മുടെ DC ഇൻ അഡാപ്റ്റർ വെച്ചിട്ട് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇത് നമ്മുടെ ഈ ഒരു സാറ്റലൈറ്റിലേക്കുള്ള കണക്ഷൻ പോയിൻ്റാണ് ഈ വരുന്നത്. കണ്ടാ, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇത് AC-യിലേക്കും കൊടുക്കണം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആണ്. നമുക്ക് മെയിനായിട്ടുള്ള സൗണ്ട് ബാറിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് 2 വാൾ മൗണ്ടിന് വേണ്ടിയിട്ടുള്ള ക്ലാമ്പുകളാണ്. അപ്പോൾ ഇതൊരു പെയറുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള സൗണ്ട് ബാറിന് വേണ്ടിയിട്ടുള്ള ക്ലാംസ് ആണ്. ഇത് എനിക്ക് തോന്നുന്നത് സാറ്റലൈറ്റ് സ്പീക്കർ ഒരു സൈഡിലേക്കുള്ളത്, മറ്റേ സൈഡിലേക്കുള്ളത് ഇതിനകത്ത് ചിലപ്പോൾ കാണുമായിരിക്കും. പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, നട്ടും ബോൾട്ടും വരുന്നുണ്ട്. പിന്നെ പവർ അഡാപ്റ്റർ, നമ്മുടെ മെയിനായിട്ടുള്ള ഇതിലേക്കുള്ള പവർ അഡാപ്റ്റർ. പിന്നെ നല്ല സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള, ഒരുപാട് ബട്ടൺസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ളൊരു റിമോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് വോളിയം ബട്ടൺസ് ഒന്നും കാണാനില്ല ഇതിനകത്ത്. നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ബട്ടൺസ് ഒന്നും ഇല്ലാത്തൊരു സ്പീക്കറാണ് വരുന്നത്. അല്ല, ഒരു റിമോട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്താണ്, ഇത് നമ്മുടെ സാറ്റലൈറ്റ് സ്പീക്കറിനകത്തേക്കുള്ള പവർ അഡാപ്റ്റർ. അതും ഈ ഫ്രണ്ടിലിരിക്കട്ടെ. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് കേബിൾസ് കണക്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറേ ഡബിൾ സൈഡ് ടേപ്പ് വരുന്നുണ്ട്. ഇത് വാറണ്ടിയുടെ യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള QR കോഡ് തന്നിട്ടുണ്ട്. അതായത് വേറെ ബുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതതിൻ്റെ കുറച്ച് ഗൈഡും കാര്യങ്ങളും, ഇതും ചെറിയ രീതിയിലുള്ള നോട്ടീസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കിതിനകത്തൊരു ഓക്സ് കേബിൾ തന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു HDMI കേബിളും തന്നിട്ടുണ്ട്. 2 സ്ക്രൂസ് കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ക്രൂസും ഈ ക്ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. കാരണം അതിനൊക്കെ നമുക്കിപ്പോൾ വലിയ യൂസ് വരുന്നില്ല.
ഇതാണ് നമ്മൾ ഇപ്പോൾ സൗണ്ട് കേട്ടിട്ടുണ്ടല്ലോ, ഏതാണ്ട് ഇപ്രകാരമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് മൊബൈലിൽ കേട്ടാൽ അത്രത്തോളം ഞാനൊരു ഇപ്പോൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ബോയുടെ മൈക്കിൽ തന്നെ എടുത്തൊരു സൗണ്ടാണത്. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് വൃത്തിയായിട്ട് അറിയില്ല. ഞങ്ങൾ പിന്നെ ERC ഒക്കെ കണക്ട് ചെയ്തിട്ട് ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. തൽക്കാലം നമ്മൾ ഓക്സ് കേബിൾ കണക്ട് ചെയ്ത് നോക്കി, ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കി. ഇപ്പോൾ കുറച്ചും മുമ്പ് കേട്ടത് ഓക്സ് വെച്ചിട്ടാണ്. ഓക്സിനേക്കാൾ ഒരു ഇത്തിരിയും കൂടെ സൗണ്ട് കൂടെ ഉണ്ടാകും ബ്ലൂടൂത്ത് വഴി. അപ്പോൾ ഇതിപ്പോൾ ഒരു 200 സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന ഒരു റൂമാണ്. 100 സ്ക്വയർ ഫീറ്റ് തന്നെ എടുത്ത് വരത്തുള്ളൂ, അല്ല 150 സ്ക്വയർ ഫീറ്റിന് എടുത്ത് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്ക്വയർ ഫീറ്റിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സൗണ്ട് ഫുള്ളായിട്ട് കേൾപ്പിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾ കേട്ടെടുത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ നിലവിലുള്ള ഒരു ബിൽട്ടപ്പ് ആയിട്ടുള്ളൊരു ഹോം തിയേറ്ററാണ്. അതായത് 2.1 ചാനലിലേക്ക് നമ്മൾ എക്സ്ട്രാ 2 സ്പീക്കറൊക്കെ കയറ്റി അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ വാട്സ് RMS കൂട്ടിയെടുത്തിട്ടുള്ള കാരണം കൊണ്ട് കുറച്ചും കൂടെ വോളിയം നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യും. പക്ഷേ ബാസ് ഉണ്ട്, ഇത് അത്യാവശ്യം നല്ല ബാസ് ഉണ്ട്. ഇത് നമ്മൾ TV കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിലും ERC കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാത്തടത്തോളം പക്ഷേ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വെർഡിക്റ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ്, കാരണം ഒരു ഇത്തിരി സൗണ്ട് കുറവുള്ള പോലെ ഞങ്ങൾക്ക് തോന്നി ഈ ഒരു കണക്ട് ചെയ്തിട്ട്. ഇതുവരെ യൂസ് ചെയ്യാത്തവർക്ക് ഒരു പക്ഷേ ഇത് ഭയങ്കര സൗണ്ടായിരിക്കാം, കാരണം നല്ല സൗണ്ട് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് കേൾക്കുന്നത് രണ്ടിന്ന്. ഇതിന്ന് സറൗണ്ട് ബാക്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വോക്കൽസ് അല്ല നമുക്ക് മെയിനായിട്ട് വരുന്നത്, സറൗണ്ട് സൗണ്ടുകൾ മാത്രമാണ് മെയിനായിട്ട് ഇതിൽ നിന്ന് വരുന്നത്. അതായത് ലൈക്ക് ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് തരുന്ന സൗണ്ട്സാണ് നമുക്ക് ഈ ഒരു 2 സ്പീക്കറിൽ നിന്ന് കിട്ടുന്നത്. കുറച്ച് സൗണ്ട് കൂടുന്ന സമയത്ത് നമുക്ക് ഇതിന് ബാസും കിട്ടുന്നുണ്ട് ചെറുതായിട്ട്. ഈ സ്പീക്കേഴ്സും അത്യാവശ്യം ചെറിയ രീതിയിലൊരു ബാസിയാണ്. ഇതാണ് നമ്മുടെ മെയിൻ സബ് വൂഫറെങ്കിലും നമുക്ക് ആ ഒരു ബാസിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് മൊത്തത്തിൽ. ഈ ഒരു സബ് വൂഫറിൻ്റെ മാത്രമല്ലാതെ മൊത്തം സ്പീക്കേഴ്സ് ഫുള്ള് നമുക്ക് ആ ഒരു ഫീൽ തരുന്നുണ്ട്. ആൻഡ് 5.1.2 ആണ് ഈ മുകളിലേക്കുള്ള സ്പീക്കർ. നമുക്ക് മുകളിൽ തട്ടിയിട്ട് തിരിച്ച് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സറൗണ്ട് സിസ്റ്റം നമ്മളിപ്പോൾ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത് പിന്നീടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളൂ. അത് ചെക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് നമുക്ക് തരാം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സൗണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോം തിയേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കണം നമ്മുടെ സാധനം. അപ്പോൾ ERC ആണ് കണക്ട് ചെയ്തേക്കണത്. പിന്നെ നമുക്കിതിനകത്ത് ഇതിപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഇതിൽ ഇത്ര നാളും ഈ ഒരു ഡോൾബി 5 സിമ്പിൾ ഉണ്ടായിരുന്നില്ല ഇൻബിൽറ്റ് സ്പീക്കറിൽ വർക്ക് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ഇതും കൂടെ വന്നപ്പോഴത്തേനും ഡോൾബി 5.1 ഒക്കെ വന്ന് അതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 5.1-ന് ഡോൾബി, അതായത് ഇപ്പോൾ 5.1 നമ്മളിപ്പോൾ വീഡിയോ വയ്ക്കുകയാണെന്ന് വെച്ചാൽ കണ്ട ഇവിടെ ഡോൾബി സറൗണ്ട് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ അത് ഈ റിമോട്ടിലെ പെയർ ബട്ടണെ പിടിച്ച് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡോൾബി ഏത് ഡോൾബിയിലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഡോൾബി അറ്റ്മോസും ഇതുപോലെ തന്നെയാണ്. ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ലാപ്ടോപ്പിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ഡോൾബി അറ്റ്മോസ് വന്നു. പക്ഷേ ഡോൾബി 2.1 ഔട്ടേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ലാപ്ടോപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് സൗണ്ട് ഏൽപ്പിക്കാത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇതാണിപ്പോൾ TV കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു 43 ഇഞ്ച് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യില്ലാത്ത ഒരു TV ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഡോൾബി അറ്റ്മോസിൽ സൗണ്ട് കേൾപ്പിക്കാൻ നമുക്കിപ്പോൾ നിലവിൽ സാധിക്കില്ല. അപ്പോൾ നല്ലൊരു TV ഡോൾബി അറ്റ്മോസ് ഉള്ള TVയിലേക്ക് അപ്ഡേറ്റും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് സൗണ്ട് ക്വാളിറ്റി വീടിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് കേൾപ്പിക്കാം.